തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും നിരന്തരമായി വിമർശിക്കുന്നവർ മോദിയുടെ കീഴിൽ നമ്മുടെ രാജ്യം കൈവരിക്കുന്ന പുരോഗതിയെക്കുറിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞ് ഒരുപക്ഷെ നമ്മൾ ആരും കാണുന്നുണ്ടാവില്ല. കാരണം അവരങ്ങനെ പറയാറില്ല. ഇന്ത്യയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഒപ്പുവെച്ച ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഇത് വൺസ് ഇൻ എ ജനറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള ഒരു സമഗ്ര സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇപ്പോൾ ഒപ്പുവെക്കപ്പെട്ടിരിക്കുന്നത്. 2025 മാർച്ചിൽ ചർച്ചകൾ ആരംഭിക്കുന്നു. വെറും 9 മാസങ്ങൾക്കുള്ളിൽ അത് പൂർത്തിയാക്കുന്നു. ഇപ്പോൾ ഇതാ എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ ഒന്ന് നികുതി രഹിത കയറ്റുമതിയാണ്. ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 100% ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ നികുതി നൽകേണ്ടതില്ല. തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ, വാഹന ഭാഗങ്ങൾ ഇവയ്ക്കെല്ലാം ഇത് ഗുണം ചെയ്യും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കായിട്ട് ഓരോ വർഷവും 5000 താൽക്കാലിക തൊഴിൽ വിസകൾ ന്യൂസിലാൻഡ് അനുവദിക്കുമെന്നതാണ്. ഇതിലൂടെ IT, എഞ്ചിനീയറിംഗ്, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് വലിയ രീതിയിൽ ഇത് പ്രയോജനപ്പെടും. യോഗ ഇൻസ്ട്രക്ടർമാർ, അതുപോലെ ഇന്ത്യൻ പാചകക്കാര്, ആയുഷ് പ്രാക്ടീഷണർമാര്, സംഗീത അധ്യാപകർ എന്നിവർക്കെല്ലാം ഈ വിസ ആനുകൂല്യം ലഭിക്കും. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള 1000 ഇന്ത്യൻ യുവാക്കൾക്ക് ഓരോ വർഷവും ന്യൂസിലാൻഡിൽ പോയി ജോലി ചെയ്യാനും താമസിക്കുവാനുമുള്ള വർക്കിംഗ് ഹോളിഡേ വിസയും ഇനി മുതൽ ലഭ്യമാകും. അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $20 ബില്യൺ, അതായത് ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 1,60,000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് ന്യൂസിലാൻഡ് ഉറപ്പു നൽകിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം, പുനരുപയോഗ ഊർജം എന്നീ മേഖലകളിലായിരിക്കും പ്രധാനമായിട്ട് ഈ നിക്ഷേപം ഉണ്ടാവുക. ഇനി ന്യൂസിലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും നികുതി ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 100% ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഉണ്ടാവില്ല. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി നിലനിൽക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് പാൽ ഉൽപ്പന്നങ്ങൾ, അത് ഇന്ത്യയിലുള്ള കർഷകരെ, ചെറുകിട വ്യവസായികളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. പാല്, തൈര്, ചീസ് തുടങ്ങിയവയ്ക്കൊന്നും തന്നെ ഇന്ത്യ നികുതി ഇളവ് കൊടുത്തിട്ടില്ല. കാർഷിക ഉൽപ്പന്നങ്ങളിൽ തന്നെ സവാള, പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ്, അരി, പഞ്ചസാര എന്നിവയൊക്കെ കരാറിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കർഷകരെയും ചെറുകിട വ്യവസായികളെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിനെ പോലെ ഒരു രാജ്യവുമായിട്ട് ഇന്ത്യക്ക് വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാനഡയുമായിട്ട്, ബ്രിട്ടനുമായിട്ട്, യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒക്കെ തുടർച്ചയായിട്ട് വ്യാപാര കരാറുകൾ ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ ന്യൂസിലാൻഡ് വരെ എത്തി നിൽക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറ് ഉടക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ കർക്കശമായ നിലപാടെടുക്കുന്നത് കൊണ്ടാണ്. ആ നരേന്ദ്രമോദിയാണ് ട്രംപിനെ ഭയക്കുന്നു, അമേരിക്കയെ ഭയക്കുന്നു എന്നൊക്കെ ഒരു ഉളുപ്പില്ലാണ്ട് പല ആളുകൾ ഇവിടെ പറയുന്നത്. നോക്കൂ, ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ലെങ്കിൽ മോദിക്ക് ട്രംപിനെയും അമേരിക്കയും പേടിയാണെങ്കിൽ എന്നോ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമായിരുന്നു. രണ്ടാമത് ട്രംപ് പറഞ്ഞതെല്ലാം സമ്മതിച്ചുകൊണ്ട് ട്രംപുമായിട്ട് വ്യാപാര കരാർ ഒപ്പിടുമായിരുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പിടാതെ മുന്നോട്ട് പോകുന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മേൽ 50% നികുതി ചുമത്തിയിട്ട് പോലും ഇന്ത്യ വഴങ്ങി കൊടുക്കാത്തതും ഇന്ത്യയുടെ താല്പര്യങ്ങൾ ആ കരാറിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ്. ട്രംപ് പറയുന്ന നിർദ്ദേശങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ ഇന്ത്യയെ കിട്ടില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് കൊണ്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിൽ ഇന്ത്യയുടെ കർഷകരെയും ചെറുകിട വ്യവസായികളെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് മാത്രമേ US-ഉമായിട്ട് ഒപ്പുവെക്കാൻ കഴിയൂ എന്ന് ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ടാണ് കരാർ നീണ്ടുപോകുന്നത്. ഇപ്പോഴും ചർച്ചകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ അമേരിക്ക കരാർ ഉണ്ടാവാം. പക്ഷേ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് പെട്ടെന്ന് അവരുമായിട്ടൊരു വ്യാപാര കരാർ നമുക്ക് സാധ്യമാവുന്നത്. അമേരിക്കയും ഇന്ത്യയുടെ വഴിക്ക് വരിക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടും നയവും വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ള ഡീലുകൾക്ക് ഇന്ത്യ തയ്യാറാണ്. അതായത് രണ്ട് രാജ്യങ്ങളുടെയും വ്യാപാരം ഇരട്ടിയാക്കാനും അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ ഈ കരാറിലൂടെ നമുക്ക് കഴിയും. ഇന്ത്യയുടെ വികസിത രാഷ്ട്രമെന്ന സ്വപ്നത്തിലേക്ക് ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഇപ്പോൾ നമ്മുടെ ന്യൂസിലാൻഡുമായിട്ടുള്ള കരാറും. നോക്കൂ, നമ്മൾ ലോകത്ത്
വളരെ വികസിതമായ എത്ര രാഷ്ട്രങ്ങളുമായിട്ടാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ ഇവിടെ ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ സ്റ്റൈലോ അല്ലെങ്കിൽ രണ്ടാമതിപ്പോ ചൈനീസ് മോഡലോ അല്ല, മറിച്ച് ഇന്ത്യയുടേതായ തന്നെ ഒരു വികസന മാതൃകയാണ്. ആരെയും കോപ്പി അടിക്കാനോ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസോ ഇന്ത്യ ഫോളോ ചെയ്യുന്നില്ല. പകരം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ആഭ്യന്തര വിപണിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെയും അതുപോലെ യുവാക്കളെയും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അതേസമയം തന്നെ മറ്റു രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിൽ മ്യൂച്വൽ ബെനിഫിറ്റോടുകൂടി മ്യൂച്വൽ റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ടുള്ള കരാറുകളാണ് ഇന്ത്യ സൈൻ ചെയ്യുന്നത്. ന്യൂസിലാൻഡുമായും യുമായിട്ടും ബ്രിട്ടനുമായിട്ടും ഒക്കെ നമുക്ക് കരാർ സാധ്യമായത് അതുകൊണ്ടാണ്. അമേരിക്കയുമായിട്ട് വൈകുന്നത് അമേരിക്കയുടെ കടുംപിടുത്തം കൊണ്ടും ഇന്ത്യയുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാത്തത് കൊണ്ടുമാണ്. അത് എപ്പോൾ അമേരിക്ക വില്ലിങ് ആവുന്നോ അപ്പോ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറും യാഥാർത്ഥ്യമാവും. മോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന കൊടുക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഒരു തരത്തിലുള്ള കരാറിനും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും മോദി സർക്കാർ തയ്യാറാവുകയില്ല എന്നത് വ്യക്തമാണ്. എന്തായാലും നമ്മുടെ രാജ്യം അതിവേഗം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മളിവിടെ കേവലം വ്യാപാര കരാറുകൾ മാത്രമല്ല ഉണ്ടാക്കുന്നത്, ലോങ് ടേമിലേക്ക് വളരെ ശക്തമായ ബന്ധങ്ങൾ കൂടിയാണ് കെട്ടിപ്പോക്കുന്നത്. ഇത് വളരെ ശക്തമായ ബന്ധങ്ങൾ ഇതിലൂടെ രൂപപ്പെടുകയും ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വരികയും ചെയ്യും. ഇപ്പൊ ഇന്ത്യയും നമ്മുടെ ന്യൂസിലാൻഡുമായിട്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ന്യൂസിലാൻഡിലെ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് കിട്ടുകയാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. സോ അവര് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങും. അത് ഇന്ത്യയുടെ എക്കണോമിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഇന്ത്യൻ എക്കണോമിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു നീക്കമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.